ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഒരു വാചകം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം പോലും ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. ഒരാൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഈ വാക്കുകൾ അംഗീകരിക്കണം, അതിനെ പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആ ഒരു ഷഹാദത്ത് അയാൾ അംഗീകരിക്കണം. അത് കേവലം മുസ്ലിമാകുക എന്ന വിഷയത്തിൽ മാത്രമല്ല. എൻ്റെ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ മുമ്പായിക്കൊണ്ട് നമ്മൾ ബാങ്ക് കേട്ടു. ഒരു ബാങ്ക് പൂർത്തിയാവണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 2 തവണ പറയുന്നതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുകൂടി അവർ പറഞ്ഞേ പറ്റൂ. ഷഹാദത്ത് ഈ രണ്ടുമാണെങ്കിൽ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വിശദമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനസ്സിലാക്കേണ്ടത് എന്നും അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി നമ്മൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാവരും പറയുന്നു നമ്മൾ ഷഹാദത്തുള്ളവരാണ്,
അതിന്റെ തെളിവായി നമ്മൾ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളാണ് ഞാൻ അല്ലാഹനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേയില്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അംഗീകരിച്ചു. എന്നാൽ അതിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണമെങ്കിൽ, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവനാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടാനുള്ള ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 6 കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് കേവലം 6 കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളെല്ലാവരും മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവരാണെങ്കിൽ ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അനുസരിക്കുക എന്നുള്ളതാണ്. അത് മുഴുവൻ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അർസൽനാ മിർ റസൂൽ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്. തീർച്ചയായും വമാ അർസൽനാ മിർ റസൂൽ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ആ ഒരു പ്രവാചകൻ അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ പറഞ്ഞയക്കുന്നത് അതൊരു സമൂഹത്തിലൊരു പ്രവാചകൻ ആവശ്യമാണല്ലോ എന്ന നിലക്കല്ല, മറിച്ച് എന്താണോ ആ പ്രവാചകൻ ഒരു സമൂഹത്തോട് വന്ന് പറയുന്നത്, അത് ആ പ്രവാചകന്റെ മുന്നിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അതല്ല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലങ്ങൾക്ക് ശേഷം ആ ഒരു പ്രവാചകന്റെ ശരീഅത്ത് അംഗീകരിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരാണെങ്കിലും പൂർണ്ണമായി കൊണ്ടെന്ത് ചെയ്യണം, പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഒരു പ്രവാചകനെ അനുസരിക്കുമ്പോൾ അത് അല്ലാഹുക്കുള്ള അനുസരണമാണ്. ഒരാൾ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹനെ അനുസരിക്കലാണ്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, മയ്യുതിഇർ റസൂൽ ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അംഗീകരിക്കുകയാണെങ്കിൽ, ആ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹനെ അനുസരിച്ചു. റസൂലിനെ അനുസരിച്ചാൽ അവൻ അല്ലാഹനെ അനുസരിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അതാഅനി, ആരാണോ എന്നെ അനുസരിക്കുന്നത്, ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹനെ അനുസരിച്ചിട്ടുണ്ട്. വമൻ അസാനി ഫഖദ് അസല്ലാഹ്, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവൻ അല്ലാഹനോടും അനുസരണക്കേട് കാണിച്ചു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നുണ്ട് എന്നയാൾ അവകാശപ്പെടുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അതനുസരിച്ചേ പറ്റൂ. മുസ്ലിമാണെങ്കിൽ അനുസരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ചോദിക്കാം, എന്റെ ഇന്ന കാര്യങ്ങൾ, എനിക്ക് എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളില്ലേ, എന്റേതായ ചില ഇഷ്ടങ്ങളില്ലേ, എന്റേതായ ചില താല്പര്യങ്ങളില്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നതോടുകൂടി, ഞാൻ മുസ്ലിമാണ് എന്ന് മറ്റുള്ളവരോട് പറയുന്നതോടുകൂടി എനിക്കും ഇസ്ലാമിൽ സ്ഥാനമുണ്ടാവണം, ഞാൻ പരലോകത്ത് രക്ഷപ്പെടണമെന്നാണെങ്കിൽ തീർച്ചയായും അവിടെ ഇഷ്ടവും അനിഷ്ടവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയായിരിക്കും. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അതെല്ലാ വിഷയത്തിലും. എത്രത്തോളം എന്നാൽ ഒരാളുടെ ഇഷ്ടത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ അയാളുടെ വിവാഹ ജീവിതം എന്നുള്ളത്. ആ വിവാഹ ജീവിതത്തിൽ പോലും ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ജുലൈബീബ് ഒരു സ്വഹാബിയുടെ പേരാണ്. അദ്ദേഹം ശാരീരികമായി ചില പോരായ്മകളുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പുറംഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊരു കൂനൊക്കെ വന്ന പോലെ, ചെറിയ ഒരു കളറൊക്കെ കുറവുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വന്നപ്പോൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാധാരണ ആ സമയം പള്ളിയിൽ ആളുകൾ ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ഇരുത്തം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ജുലൈബീബ്,
നിങ്ങളിങ്ങനെ ഇരിക്കുകയാണല്ലോ, നിങ്ങളൊരു കുടുംബജീവിതമൊക്കെ വേണ്ടേ, നിങ്ങൾക്കൊരു വിവാഹമൊക്കെ വേണ്ടേ? ആ സമയത്ത് ജുലൈബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എനിക്കാര് പെണ്ണ് തരും? കാരണം എൻ്റെ ഈ കളർ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കുടുംബ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള എനിക്കാര് വിവാഹം തരും? ആര് വിവാഹം കഴിച്ചു തരും? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഒരു നാട്ടിൽ ഇന്ന ഒരു കുടുംബമുണ്ട്, അതിൽ ഒരു വാപ്പക്കും ഉമ്മക്കും ഒരു മകളുണ്ട്. ആ മകളുടെ കാര്യം നിങ്ങൾ അവരോടൊന്ന് പോയി സംസാരിക്കും. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ജുലൈബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നാട്ടിലേക്ക്, ആ പ്രദേശത്തേക്ക് ചെല്ലാം. ആ പറഞ്ഞ വീട്ടിലെത്തി അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പ്രവാചകൻ പറഞ്ഞു വന്നു എന്നതുകൊണ്ട് തന്നെ അവര് വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അവരെ ആ ജുലൈബി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലിരുത്തി. അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം, അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇത് പറഞ്ഞതും അവരുടെ മുഖം മാറി. കാരണം ഓരോ രക്ഷിതാവും അവരുടെ മക്കളുടെ കാര്യത്തിൽ പല ചിന്തകളുണ്ടാകും. ഇങ്ങനെയാവണം, അങ്ങനെയാവണം, താല്പര്യങ്ങളുണ്ട്. അവര് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അദ്ദേഹത്തോട് നിങ്ങളിപ്പോ പോയിക്കോളി, നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊരാശയത്തിൽ അവിടുന്ന് കുറച്ച് വൈമനസ്യത്തോടുകൂടി ആ ഒരു സ്വഹാബിയെ പറഞ്ഞയക്കും. അദ്ദേഹം പുറത്തേക്കിറങ്ങിയ സമയം വീടിന്റെ ഉള്ളിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ആ വീട്ടിലെ പെൺകുട്ടി പാരായണം ചെയ്യണം. ആ ആയത്ത് എന്താണെന്നറിയോ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. ഈ ആയത്ത് അവിടുന്ന് പാരായണം ചെയ്യും. എന്താണ് ഈ ആയത്ത് എന്നറിയും? ഒരു വിശ്വാസിയാവട്ടെ, ഒരു വിശ്വാസിനിയാവട്ടെ, അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനമെടുത്ത് പറഞ്ഞാൽ, അവര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്റേതായ ഒരു താല്പര്യം എന്ന് പറയാൻ പാടില്ല. അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ വാചകം ഞാൻ വീണ്ടും വീണ്ടും പറയാം. കാരണം ഒരു പക്ഷേ ഇതിനെ വിമർശിക്കുന്നവരുണ്ടാവാം, ഇതിനെ ട്രോളാക്കുന്നവരുണ്ടാവാം, ഇതിനെ ചീത്തയാക്കി പറയുന്നവരുണ്ടാവാം, പരിഹസിച്ച് പറയുന്നവരുണ്ടാവാം, ആക്ഷേപിക്കുന്നവരുണ്ടാവാം. എന്നാൽ വിശ്വാസികൾ, ഖുർആൻ അംഗീകരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന ആളുകളോടാണ് ഈ ഖുർആനിന്റെ ആയത്ത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനാവട്ടെ മുഅ്മിനത്താവട്ടെ, അവർക്ക് പറ്റൂല ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹു അവരുടെ കാര്യത്തിൽ, അല്ലാഹു റസൂലും ഒരു കാര്യം തീരുമാനിച്ചു പറഞ്ഞാൽ പിന്നെ അതിൽ വേറൊന്ന് തീരുമാനിക്കുക എന്നുള്ളത് പറ്റൂല. ഈ വാചകം ഓതിയതാരാന്നറിയോ? മഹദിയായ ജാരിയ റളിയല്ലാഹു അൻഹയാണ്. അവരാണ് ഈ ഖുർആനിന്റെ ആയത്ത് ഓതുന്നത്. ഉമ്മനോടും ഉപ്പനോടും പറയാണ്, അള്ളാന്റെ റസൂൽ ഒരാളെ പറഞ്ഞയച്ചിട്ട് അയാളെ തിരിച്ചയക്കുകയോ? അത് വേണ്ട, ഞാൻ സമ്മതത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാളെ എനിക്ക് തീരുമാനിച്ചിട്ടുണ്ടോ? സമിഅനാ വ അതഅനാ, ഞാൻ കേട്ടു, ഞാൻ ഇതാ അനുസരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു തീരുമാനമില്ല. പ്രിയപ്പെട്ടവർ, ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും, അല്ല, ഒരാളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അയാളുടെ ഇഷ്ടമല്ലേ? തീർച്ചയായും അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ അത് ഇസ്ലാമാണെങ്കിൽ, ഇസ്ലാം അനുസരിച്ചാണെങ്കിൽ അവിടെ അല്ലാഹുവും റസൂലും പറഞ്ഞതുപോലെ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഒരാൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. എന്തിന്? അയാൾക്ക് വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടി. അയാൾക്ക് എങ്ങനെയും വാഹനം ഓടിക്കാൻ പറ്റുമോ? ഇല്ല. വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ളതുപോലെ തന്നെ ഓടിക്കാൻ പറ്റാത്ത രൂപമുണ്ട്. ഇങ്ങനെ ഓടിക്കാൻ പറ്റൂല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ഈ ഖുത്ബ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് റെഡ് കളറാണെങ്കിൽ നമ്മൾ അവിടെ വാഹനം നിർത്തണം. ഒരാൾ പറയാണ്, എന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, എനിക്ക് വാഹനം ഓടിക്കാൻ അനുവാദമുണ്ട്, ഇതെന്റെ സ്വന്തം വാഹനമാണ്. ഈ രാജ്യത്തില്
എനിക്ക് വാഹനം ഓടിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്തും എങ്ങനെയും എപ്പോഴും ഓടിക്കാനുള്ളതല്ല. അതിനൊരു നിബന്ധനയുണ്ട്. അത് രാജ്യത്തിന്റെ നിബന്ധനയാണെങ്കിൽ അതുപോലെ മതത്തിന് ചില നിബന്ധനകളുണ്ട്. ഒരാൾക്ക് വിവാഹം കഴിച്ചൂടെ? വിവാഹം കഴിക്കാം. ഒരാൾക്ക് കച്ചവടം ചെയ്തൂടെ? കച്ചവടം ചെയ്യാം. ഒരാൾക്ക് കുടുംബജീവിതം നയിച്ചൂടെ? കുടുംബജീവിതം നയിക്കാം. ഒരാൾക്ക് കൃഷി ചെയ്തൂടെ? കൃഷി ചെയ്യാം. ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ പോലും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റൂല. ഒരാൾ കച്ചവടക്കാരനാണ്, ആ കച്ചവടത്തിൽ അയാൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഒരാൾ കൃഷിക്കാരനാണ്, ആ കൃഷിയിൽ അയാൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഒരാൾ വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ ആ വിവാഹം അയാളുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് അല്ല. കാരണം അവിടെ ഒരു കൈ കൊടുത്തുകൊണ്ടോ അല്ലാതെയോ പറയുന്ന ഒരു വാചകം, ബിസ്മില്ലാ, അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ആ വിവാഹം നടക്കണേ എങ്കിൽ ആ വിവാഹത്തിന്റെ മുമ്പും ശേഷവുമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ള പറഞ്ഞതുപോലെയാവണം. അള്ള പറഞ്ഞതുപോലെയാവണം. അതല്ലാത്ത രൂപത്തിൽ വിവാഹം കഴിക്കുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാനോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. കച്ചവടത്തിന്റെ വിഷയത്തിലും അതേ കാര്യം, ദാമ്പത്യ ജീവിതത്തിന്റെ വിഷയത്തിൽ അതേ കാര്യം, മക്കളുടെ കാര്യം അതേ വിഷയം. വസ്ത്രധാരണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കണം. എന്നാൽ എങ്ങനെ ധരിക്കണം? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രൂപത്തിൽ. അത് അവന്റെ ചോയ്സാണ്. ചില ആളുകൾ പറയാറുണ്ട് മൈ ബോഡി മൈ ചോയ്സ്. ആ വാദിക്കുന്നവരോട് ചോദിക്കട്ടെ, എന്റെ ശരീരം എന്റെ തീരുമാനമാണ് എന്നാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഇങ്ങനെയാവണം നിങ്ങളാണോ തീരുമാനിച്ച്? ഇന്ന വാപ്പയുടെ ഇന്ന ഉമ്മയുടെ മകനായി ഇത്രാം വർഷം ഇന്ന മാസത്തിൽ ഇന്ന തീയതിയിൽ ജനിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതാ? അല്ല. നിങ്ങളുടെ കണ്ണും മൂക്കും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇങ്ങനെയാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതാ? അല്ല. നിങ്ങളുടെ ശരീരത്തിൽ സംബന്ധിക്കുന്ന പല അസുഖങ്ങളും നിങ്ങളുടെ തീരുമാനപ്രകാരമാണോ വരുന്നത്? അല്ല. നിങ്ങൾ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുക? അതുമല്ല. എങ്കിൽ നമ്മുടെ സമ്മതമില്ലാതെ ഈ ലോകത്തേക്ക് വന്നു, നമ്മുടെ സമ്മതമില്ലാതെ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് ജീവൻ തന്നു, നമ്മുടെ സമ്മതമില്ലാതെ തന്നെ അള്ളാഹു ഇത്രയേറെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്മതമോ നമ്മുടെ അനുവാദമോ നോക്കിയിട്ടല്ല നമ്മുടെ വസ്ത്രധാരണം ഉണ്ടാവേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാവേണ്ടത്, കച്ചവടങ്ങൾ നിർവഹിക്കേണ്ടത്. ഇങ്ങനെ എല്ലാ മേഖലകളിലും അള്ളാഹും റസൂലും എന്തു പറഞ്ഞു അതാ സ്വീകരിക്കേണ്ടത്. അതെല്ലാ മേഖലകളിലും ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നു എന്നയാൾ അവകാശപ്പെടുന്നുവെങ്കിൽ ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അനുസരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തണം. എന്തു പറഞ്ഞാലും സത്യപ്പെടുത്തണം. അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതുണ്ടാവും, യോജിക്കാത്തതുണ്ടാകും. ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയതുണ്ടാകും, കണ്ടെത്താത്തതുണ്ടാവും. പക്ഷേ അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹും റസൂലും, അള്ളാഹിനെ നമ്മൾ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുന്നു എങ്കിൽ അള്ളാഹും റസൂലും എന്തു പറഞ്ഞാലും, അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം ഒന്നും തന്നെ സംസാരിക്കുന്നതല്ല. വഹ്യിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യവും അറിയിക്കുന്നില്ല. അത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം തോന്നിയ പോലെ വർത്താനം പറയുന്ന ആളല്ല. അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അംഗീകരിക്കണം. അത് സത്യപ്പെടുത്തണം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണല്ലോ. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന ഒരു പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് സത്യപ്പെടുത്തിയതും, എന്തു പറഞ്ഞാലും സത്യപ്പെടുത്തും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഹദീസുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് ഒരു രാപ്രയാണം നടത്തി. ഇസ്രാ മിറാജ് നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാകും. ആ യാത്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വന്നു. പിറ്റേ ദിവസം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് യതഹദ്ദസു നാസു ബിദാലിക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളൊക്കെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു. ഫർതദ്ദ നാസും മിമ്മൻ കാനൂ ആമനൂ ബിഹി വസദ്ദഖൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ വിശ്വസിച്ചവര്, ചില ആൾക്കാരൊക്കെ വിശ്വസിച്ചു, ചില ആൾക്കാർ അതിൽ ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് നിന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ടാവും. കാരണം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഏകദേശം 1 മാസത്തെ വഴിദൂരമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും 1 മാസം, അങ്ങനെ 2 മാസത്തോളം യാത്ര ചെയ്യേണ്ട സ്ഥലം രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വന്നു. അങ്ങനെ സംഭവിക്കും. ചില ആളുകളൊക്കെ ഒന്ന് ബാക്കിലേക്ക് നിന്നു. പ്രത്യേകിച്ച് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ വലിയ ഒരു കാര്യമായിട്ട് കാണുകയും ചെയ്തു. കാരണം ഇതൊരിക്കലും ഒരാൾ അംഗീകരിക്കൂല. രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് 1-2 മണിക്കൂറിന്റെ ഉള്ളിൽ ഇതൊക്കെ പോയി നടക്കുക, അതൊരിക്കലും സംഭവിക്കൂല. ഹദീസിൽ കാണാൻ പറ്റും, അവര് നേരെ എന്ത് ചെയ്യുന്നു അറിയോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ആ സദസ്സിലില്ല, അദ്ദേഹം വീട്ടിലല്ലേ. ഈ വീട്ടിലേക്ക് വരി ചെന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഹല്ലക ഇലാ സാഹിബിക യസ്അമു അന്നഹു ഉസ്രിയ ബിഹി ലൈല ഇലാ ബൈത്തുൽ മുഖദ്ദസ്. അല്ല അബൂബക്കർ, നിന്റെ കൂട്ടുകാരന് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. അത് നീ അംഗീകരിക്കുന്നുണ്ടോ? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവഖാല ദാലിക, അല്ല അത് അദ്ദേഹം തന്നെയാണോ പറഞ്ഞത്? നിങ്ങൾ നേർക്ക് നേരെ കേട്ടതാണോ, അതല്ല കേട്ടിമ കൂടി കേട്ടിങ്ങനെ പറയുള്ളൂ, അങ്ങനെ ബാക്കിയുള്ള ആരെങ്കിലും പറഞ്ഞതാണോ? അവര് പറഞ്ഞു, അല്ല ഞങ്ങൾ നേർക്ക് നേരെ കേട്ടതാ, മുഹമ്മദ് നേർക്ക് നേരെ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇന്നലെ രാത്രി ഇങ്ങനെ പോയി വന്നു എന്നുള്ളത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളാണെങ്കിൽ എന്താ പറയാ, അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എനിക്ക് കറക്റ്റ് അറിയില്ല, എന്താ വിഷയം എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ പറയാൻ സാധ്യതയല്ല. ചിലപ്പോൾ ഒന്നുകൂടി ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താം. ഇല്ല, ഈ ചോദ്യം ചോദിച്ച ആളുകളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാനിതാ വിശ്വസിച്ചിട്ടുണ്ട്, ഞാനിത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും അവര് ചോദിക്കാണ്, അല്ല ഈ രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം പോകുകയും എന്നിട്ട് രാവിലെയാകുമ്പോഴേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ സമയത്ത് വീണ്ടും അദ്ദേഹം പറയാണ്, നഅം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക. അതെ, അതിനേക്കാൾ വിദൂരമായ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? ചില തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ആകാശ ലോകത്ത് നിന്ന് വഹ്യ് വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. എങ്കിൽ ആ വഹ്യ് കൊണ്ടുവരുന്ന മലക്കിന്റെ കൂടെ ഈ ലോകത്ത് നിന്ന് ആകാശ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകും എന്ന് പറയാൻ, അതിൽ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് എന്ത് തടസ്സമല്ലേ? അത് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും പോയിക്കൂടെ? ആ ഒരു വാചകം കൂടി പറഞ്ഞു എന്നുള്ളത് ചില ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹം ആ വാചകം പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആളുകൾ വന്നു, ഞാൻ അതിന് മറുപടി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അൻത സിദ്ദീഖ്, അൻത സിദ്ദീഖ്, നിങ്ങളാണ് സിദ്ദീഖ്, സത്യവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഇസ്ലാമിന്റെ പല കാര്യങ്ങളും ഇങ്ങനെ മുന്നിൽ വെച്ചപ്പോൾ, ഇസ്ലാമിനെ മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ പല ആളുകളും ഇങ്ങനെ ഒന്ന് ശങ്കിച്ചു നിന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്വീകരിച്ച എന്തായിരിക്കും ഇപ്പം എൻ്റെ ഒരു അവസ്ഥ? എൻ്റെ പല സ്ഥാനങ്ങളും ഇല്ലാതാകും, എന്നെ മഹല്ലെന്ന് പുറത്താക്കും, എന്നെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കും, ഇന്ന കാര്യങ്ങൾ എനിക്ക് പ്രശ്നം ഉണ്ടാകും, എൻ്റെ മഈസത്ത്, എൻ്റെ വരുമാനങ്ങൾ ഇല്ലാതാകും. പലരും ചിന്തിച്ചു. ഒരാളൊഴികെ. ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്തു പറഞ്ഞാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് സ്വീകരിച്ച ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഹദീസല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കേണ്ടതല്ല.
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് ഉറപ്പ് വന്നാൽ തീർച്ചയായും അത് അംഗീകരിച്ചേ പറ്റൂ, അത് സത്യപ്പെടുത്തിയേ പറ്റൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിലക്കിയിട്ടുണ്ടോ, ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ, അത് പൂർണ്ണമായി ഒഴിവാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത. മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതോടൊപ്പം പ്രവാചകൻ കൊണ്ടുവന്നത് സത്യപ്പെടുത്തുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത്, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കണേ. എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ഒഴിവാക്കണേ. ഈ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറയാണ്, ഒരു ഹദീസാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. അദ്ദേഹം പറഞ്ഞു, ലഅനല്ലാഹ് അൽവാശിമാത് വൽമുതശിമാത് വൽമുതനമ്മിസാത് വൽമുതഫല്ലിജാത് ലിൽഹുസ്ൻ അൽമുഗയ്യിറാത് ഖൽഖില്ലാ. അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. ആർക്ക്? അൽവാശിമാത്, ഈ പുരികങ്ങനെ വെട്ടി കളയുന്ന ആളുകളുണ്ട്. അതിങ്ങനെ പ്ലക്ക് ചെയ്യാന്ന് പറയും നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആളുകളെ, ആ പുരികം പറിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. വൽ മൂതശിമാത്, അത് പറിക്കാനായി ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാത് ലിൽ ഹുസ്ൻ, അതുപോലെ തന്നെ പുരികരോഗം പച്ചകുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽ വാശിമാത്ത് എന്ന് പറഞ്ഞാൽ പച്ചകുത്തുന്ന ആളുകളും പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡിങ് ആണ് പൊതുവെ യുവാക്കൾക്കിടയിൽ ടാറ്റു സംസ്കാരം. ടാറ്റു അടിക്കുക ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും. അത് ശരീരത്തിൽ കൈകളിലോ കാലിലോ അല്ലെങ്കിൽ നെഞ്ചിലോ ഒക്കെ ആയിരിക്കും. പലരുടെ പേരുകളായിരിക്കാം, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളായിരിക്കാം. ആ വാശിമാത്തുകൾ പച്ചകുത്തുന്നത് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചു. അത് പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരും അതും ലഅനത്ത് ചെയ്യപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പുരികം പറിക്കുന്ന ആളുകൾ അതും വിരോധിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഹദീസിൽ കാണുവാൻ സാധിക്കും, പല്ലുകൾക്കിടയിൽ രാഗി വിടവുണ്ടാക്കുന്ന ആളുകൾ ഒരു സൗന്ദര്യത്തിനു വേണ്ടി ആ രൂപത്തിൽ ഇങ്ങനെ വിടവുണ്ടാക്കുന്നതും വിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു വിരോധിച്ച കാര്യമാണ് എന്ന നിലക്ക്, അതൊക്കെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തലാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫബലഗ ദാലിക ഇംറഅതൻ മിൻ ബനി അസദ്. ആ സമയത്ത് ഈ വാചകം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഈ കാര്യം കേട്ടു. അവര് നേരെ വരിക. അവരുടെ പേര് ഉമ്മു യഅഖൂബ് എന്നാണ്. ഈ ഉമ്മു യഅഖൂബ് എന്ന് പറയുന്ന സ്ത്രീ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നഹു ബലഗനി അന്നക ലഅൻത കൈസ വകൈസ. അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്ന കാര്യങ്ങളൊക്കെ ലഅനത്ത് വച്ചതാണെന്ന്, അതൊക്കെ ശപിക്കപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ അതിന്റെ തെളിവെന്താ? ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാലി ലാ അൽഅനു മൻ ലഅന റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് പറഞ്ഞ ഒരാളോട് ആ ആളുടെ കാര്യത്തിൽ ഞാൻ ലഅനത്ത് പറയാതിരിക്കാൻ എന്താ എനിക്ക് തടസ്സം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച ആളുകളാണ് അവർ, അവരെ ഞാനും ശപിച്ചു. അതുമാത്രമല്ല, വമൻ ഹുവ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ശപിക്കപ്പെട്ടവരാണ് അവർ. ഈ വാചകം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയാണ്, ലഖദ് ഖറഅതു മാ ബൈനൽ ലൗഹൈൻ. രണ്ട് ചട്ടക്കുള്ളിലുള്ള ഖുർആൻ കാണിച്ചിട്ട് പറയാണത്, ഈ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് അങ്ങോട്ട് പറയണത് എങ്കിൽ ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല. ആ പെണ്ണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഞാൻ അങ്ങനെ ഒരു ആയത്തെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ പറയാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട് പറയാണ്, നീ ഖുർആൻ കൃത്യമായി ഓതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇന്ന ഒരു ആയത്ത് കാണുമായിരുന്നു. എന്നിട്ട് പറയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. ഈ ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ട്. എന്താണ് ആയത്ത്? എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക.
എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുക, അതല്ലേ ഈ വാചകം. അവർ സമ്മതിച്ചു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ ഈ വാചകം കൃത്യമായി വന്നിട്ടുണ്ട്. പച്ച കുത്തുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു, പല്ലുകൾ രാഗി മിനിക്കുന്നതിന് വിരോധിച്ചു, പുരികം പറിക്കുന്നതിന് വിരോധിച്ചു. അത് തന്നെയാണ് എനിക്കുള്ള തെളിവും. ഒരു വലിയ സംഭവമാണ് ഈ ഒരു ചരിത്രത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കണം. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമല്ലേ. ഈ പ്രയോഗമാണ് പലരും പറയുന്നത്. ആ പ്രയോഗം പോയി ഇപ്പൊ ആർക്കും എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കാണിക്കാം, എന്തും ഇന്റർവ്യൂ നടത്താം, എന്തും ആളുകൾക്ക് മുന്നിൽ യാതൊരു ലജ്ജയുമില്ലാത്ത രൂപത്തിൽ സംസാരിക്കാം. ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അത് ഓരിഷ്ടല്ലേ. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കാം. പക്ഷേ അവർ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവും റസൂലും പറഞ്ഞതുകൂടി അവർ സ്വീകരിക്കേണ്ടതുണ്ട്. നാലാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന ഒരാൾ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നവനാണെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാളുടെ ഇബാദത്തുകൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച രൂപത്തിലാവണം. നബി കാണിച്ച രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം അങ്ങനെ കാണിച്ചു കൊടുക്കണം. പള്ളിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കാണിച്ചത്. ആ നമസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല. ചില ആളുകൾ ഇങ്ങനെ കെട്ടുക, ചില ആളുകൾ ഇങ്ങനെ കെട്ടുക, ചില ആളുകൾ കുറച്ചുകൂടി താഴേക്ക് പോകുക. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് അത് ചെയ്യണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാരം 4 പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളത് 5 ആക്കാൻ പറ്റൂല, 3 ആക്കാനും പറ്റൂല. മഗ്രിബ് നമസ്കാരം 3 ആണെങ്കിൽ അതൊരിക്കലും 2 ആക്കാൻ പറ്റൂല, 4 ആക്കാൻ പറ്റൂല. നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, എന്തിനേറെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും, ഒരു പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റൂല. ആ വിഷയത്തിൽ നമുക്കൊരു ഹദീസ് കാണാൻ പറ്റും. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഇദാ അഖദ്ത മൽജഅ, നീ നിന്റെ റൂമിൽ പോയിട്ട് നിന്റെ വിരിപ്പിൽ നീ കിടക്കുകയാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്തുള്ള മര്യാദ പറഞ്ഞു കൊടുക്കുക. ഫതവല്ല വുദൂഅക ലിസ്സലാത്ത്, നീ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് വുദൂ എടുക്കുന്നത് പോലെ നീ വുദൂ എടുക്കണം. എന്നിട്ട് നീ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. ഓരോ മര്യാദകൾ പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് നീ ഒരു പ്രാർത്ഥന നടത്തണം. വലിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക എന്ന് തുടങ്ങുന്ന വലിയ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തിലുള്ള ഒരു വാചകമാണ് വബിനബിയിക്കല്ലദീ അർസൽത, വബിനബിയിക്കല്ലദീ അർസൽത. ഈ ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലിക്കൊടുത്തിട്ട് ബറാ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് അത് തിരിച്ചൊന്ന് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുമോ നോക്കാൻ വേണ്ടിയിട്ട് ബറാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി വബിനബിയിക്കല്ലദീ അർസൽത എന്ന വാചകത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം വബിനബിയിക എന്നതിന് പകരം വബി റസൂലിക എന്ന് പറഞ്ഞു. നമ്മൾ ഭാഷാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നബി എന്ന ആ ഒരു വാക്കിനേക്കാൾ സ്ഥാനം കൂടുതലാണ് റസൂലിന്. നബി എന്നുള്ളതിനേക്കാൾ സ്ഥാനം കൂടുതൽ റസൂലിനുണ്ട്. റസൂല് കുറവും നബി കൂടുതലുണ്ട്. റസൂലുകൾ ചുരുക്കമാണ്, സ്ഥാനം കൂടുതലുള്ളവരാണ് റസൂലുകൾ. വബി നബിയിക്കല്ലദീ എന്നതിന് പകരം വബി റസൂലിക്കല്ലദീ എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വബി നബിയിക്കല്ലദീ എന്നാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു വാക്ക പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുകയാണ്. എന്താണോ ഞാൻ പറഞ്ഞത് അതാ പറയണ്ടേ. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവർ. ഒരാൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. കാലങ്ങളോളമായി അയാൾ നിസ്കരിക്കുന്നത് അങ്ങനെ തന്നെ. അയാൾക്ക് തോന്നിയ അല്ലാഹു അക്ബർ എന്നതിനേക്കാൾ കുറച്ചുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാലോ അങ്ങനെ മാറ്റാൻ പറ്റുമോ? അയാൾക്ക് നിസ്കാരത്തിന്റെ രൂപം മാറ്റാൻ പറ്റുമോ? അയാളുടെ പ്രാർത്ഥനകൾ മാറ്റാൻ പറ്റുമോ? ദിക്റുകൾ മാറ്റാൻ പറ്റുമോ? ഒന്നും മാറ്റാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അങ്ങനെ നിർവഹിക്കുക. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ പലതരത്തിലാണ് കൊണ്ടുവരുന്നത് പല ആളുകളും.
അല്ലെ? ഓരോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മഹലിലില്ലാത്ത പലതും അപ്പുറത്തെ മഹലിലുണ്ട്, അവിടെ ഇല്ലാത്ത പലതും നമ്മുടെ മഹലിലുണ്ട്. എന്തേ? അത് ഇന്ന ഉസ്താദ് വന്നപ്പോൾ തുടങ്ങിയതാണ്. അത് ഇന്ന ഒരു ഉസ്താദ് വന്നിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഒരു മൗലവി വന്നിരുന്നു, അദ്ദേഹമാണ് അത് തുടങ്ങിയത്. ദീനിൽ അങ്ങനെ ഓരോരുത്തർക്കും തുടങ്ങാൻ പറ്റൂ? ദീനിൽ ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റൂ? നമ്മുടെ നാട്ടിൽ ളുഹർ നമസ്കാരം 4 ആണെങ്കിൽ അത് തമിഴ്നാട്ടിലും 4 തന്നെയാണ്, അത് ഡൽഹിയിലും 4 തന്നെയാണ്, അത് സുഡാനിലും 4 തന്നെയാണ്, അത് സൗദിയിലും 4 തന്നെയാണ്. എല്ലായിടത്തും 4 ആണ്. മാറ്റൂല, മാറ്റം ഉണ്ടാവില്ല. എന്നാൽ ദീനിലില്ലാത്തതാണെങ്കിലോ എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയെന്ന് പറയും, അത് വേറെ നാട്ടിലേക്ക് എത്തുമ്പോൾ വേറെ രൂപത്തിലായിരിക്കും, അത് വേറെ രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ രൂപത്തിലായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് ദീനിലില്ലാത്ത കാര്യമാണ്. ദീനിലുള്ളതാണെങ്കിലോ അത് കൃത്യമായി നിർവഹിക്കും. അതിൽ 5-ാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കണം, മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം. തന്റെ ശരീരവും സമ്പത്തും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമനുസരിച്ചാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. യാതൊരു സംശയം അതിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്, നബിയെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല, മുഅ്മിനല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളൊരാളും വിശ്വാസിയാകൂല നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരേക്കും. അതൊരു പൊങ്ങച്ചത്തിന്റെ വാക്കൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടിയാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നാളെ പരലോകത്ത് ശഫാഅത്ത് നടത്തും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമ്പോൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത് എന്തിനാ? നമുക്ക് ദീന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ അത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, എങ്കിൽ അത് സ്വീകരിച്ചേ പറ്റൂ. അതല്ല അത് സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ? എന്നാൽ ആ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് ഇറങ്ങാം, തോന്നിയ പോലെ ജീവിക്കാം, തോന്നിയത് പറയാം, തോന്നിയ രൂപത്തിൽ എല്ലാം കാണിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മുസ്ലിമാണോ? ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. എത്രത്തോളം എന്നറിയോ? സ്വന്തം ശരീരത്തിനേക്കാൾ, മറ്റെന്തിനേക്കാളും. നിങ്ങൾക്കറിയുമോ, ഉഹുദ് യുദ്ധത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്രമിക്കാനായി തുനിഞ്ഞിറങ്ങിയ സമയം മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കൾ നിങ്ങളുടെ നെഞ്ചാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്റെ നെഞ്ച് ഞാൻ അവരുടെ മുന്നിലേക്ക് വെക്കും. നിങ്ങളുടെ മുതുകാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്റെ മുതുക അവിടെ വെക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിലൊന്നും പറ്റരുത്. ഞങ്ങൾ മരിച്ചുകൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു പക്ഷേ ഈ പ്രയോഗങ്ങളും ചരിത്രങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇന്ന് എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്? നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കും. നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവരാണല്ലോ, ചൊല്ലണമെന്ന് പറയുന്നവരുമാണ്. എന്നാൽ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊക്കെ ചര്യകൾ ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തിൽ കൊണ്ട് നടന്നിട്ടുണ്ട്? ഒരു ഹദീസുകളെ കേൾക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണെന്ന് പറഞ്ഞാൽ, നബി വിരോധിച്ചതാണോ എന്നാൽ ഞാൻ ഒഴിവാക്കട്ടെ. അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്, അല്ല, രാജ്യത്തിന്റെ നിയമമായതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത് ഒഴിവാക്കണം. അവിടെയാണ് നമ്മൾ ലഹരി ഒഴിവാക്കുന്നത്, അവിടെയാണ് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റുന്നത്, അവിടെയാണ് നമ്മൾ തിരുത്തുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പകുതിയായ മുഹമ്മദുർ റസൂലുള്ളാഹ്
ആ ഒരു വാചകം വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. അതിൽ 6ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അവസാനത്തെ ദൂതനാണ് എന്നുകൂടി വിശ്വസിക്കണം. ഖാത്തമുൻ നബിയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായിട്ട് പറഞ്ഞു. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. അവിടെ കൃത്യമായിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇതുകൂടി വിശ്വസിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്തിലായിരിക്കെ പലരും വന്നിട്ടുണ്ട്, ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലുള്ള ആളുകൾ നബിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, മുഹമ്മദ്, ഞാൻ നിങ്ങളിൽ വിശ്വസിക്കാം, പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ നാടിന്റെ, എന്റെ നാടിന്റെ ഒരു അധികാരം അതെനിക്കും തരണം. എന്നാൽ അധികാരം ഇങ്ങനെ പങ്കിട്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എതിര് പറഞ്ഞു. അയാൾ നേരെ ചെന്നിട്ട് തന്റെ നാട്ടിൽ ചെന്നിട്ട് പറയാണ്, ഞാനും പ്രവാചകനാണെന്ന് മുഹമ്മദ് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തയച്ചു. അള്ളാഹുവിന്റെ പ്രവാചകനായ മുസൈലിമ അള്ളാഹുവിന്റെ മറ്റൊരു പ്രവാചകനായ മുഹമ്മദിന് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞിട്ട് ആ കത്തിന്റെ ഉള്ളടക്കം തന്നെ, അതിന്റെ തുടക്കം അങ്ങനെ തന്നെ വരുന്നു. അത് കേവലം മുസൈലിമത്തുൽ കദ്ദാബിന് മാത്രമല്ല, അസ്വദുൽ അനസി എന്ന് പറയുന്ന ഒരാൾ പ്രവാചകത്വം ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു പെണ്ണ് വരെ ഞാൻ പ്രവാചകയാണെന്ന് വന്നിട്ടുണ്ട്. ആ പേര് പറഞ്ഞു വന്നിട്ടുണ്ട്. സജാഹിനെ പോലുള്ള ആളുകൾ. ഇന്ന് വേണ്ട നമ്മുടെ ഈ ഇന്ത്യയിൽ പോലും മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി പോലുള്ള ആളുകൾ പ്രവാചകത്വവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരാണോ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അംഗീകരിക്കുന്നതോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സത്യപ്പെടുത്തുന്നതോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതെല്ലാം ഒഴിവാക്കുന്നതോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നതോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളും അതുപോലെ ചെയ്യുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നുകൂടി മനസ്സിലാക്കണം. അതിൽ ഒരു ഒഴിവ് കഴിവുണ്ടാകാൻ പാടില്ല. ഇനിയും പല ആളുകൾക്കും വരാം, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നവർക്ക് പറ്റൂല. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ അംഗീകരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. മറിച്ച് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തട്ടിച്ചു നോക്കണം. നമ്മുടെ കുടുംബരംഗമാണെങ്കിലും, നമ്മുടെ വ്യക്തി ജീവിതമാണെങ്കിലും, നമ്മുടെ സാമ്പത്തിക രംഗമാണെങ്കിലും എല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ നമ്മൾ തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടെ